അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരള ടേസ്റ്റി ഹട്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല അടിപൊളി കൂന്തൽ റോസ്റ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 2 സബോള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. സബോള ഇപ്പം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊരു 10 മിനിറ്റത്തേക്ക് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. തക്കാളി സബോളയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലതായിട്ട് ഉടഞ്ഞു തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കതിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 1 കിലോ കൂന്തലുണ്ട്. ഇപ്പോൾ ഞാൻ കൂന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിന് നല്ലതുപോലെ വേവുള്ളതാണ്. അതുകൊണ്ട് കുറച്ചധികം നേരം നമുക്കിത് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നല്ലതായിട്ട് വെന്ത് നല്ല പെരളനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ചാറൊക്കെ വറ്റി നല്ല റോസ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ അടിപൊളി കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ അടിപൊളി കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പൂരിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്